ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അമേരിക്കയിൽ ഒരു സ്ഥലമുണ്ട് ഫിലാൽഡാൽഫിയ. നമ്മൾ സിനിമയിലെല്ലാം കേൾക്കുന്ന ഫിലാൽഡാൽഫിയ ഇല്ലേ, ആ ഫിലാൽഡാൽഫിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നശിച്ച് പണ്ടാരടങ്ങിയ മനുഷ്യന്മാർക്ക് ഇടുന്ന ഒരു പേരുണ്ട്, സോംബിയൻസ് എന്നാ പോലെ പേര്, സോംബിയൻസ്. നെറ്റുള്ളവർക്ക് അടിച്ചു നോക്കാം. നടക്കാൻ കഴിയാതെ കൈകാലുകൾ അവശയായി ജീർണിച്ച് ചിതലരിച്ച പോലെ നശിച്ച് മുറിവേറ്റ ഇങ്ങനെ പടക്കുന്ന കുറേ മനുഷ്യന്മാരുടെ പേര്, ജീവച്ഛവങ്ങളായ മനുഷ്യൻ്റെ പേരാണ് സോംബിയൻസ്. ആ സോംബിയൻസിനെ ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അമേരിക്കയിലെ ഫിലാൽഡാൽഫിയ. എറണാകുളത്തെ പോലീസ് എറണാകുളത്തെ ഒരു കാറിൽ ഇങ്ങനെ നശിച്ച് പണ്ടാരടങ്ങിയ ഒരു 25 വയസ്സുകാരനെ കണ്ടെത്തിയിട്ടുണ്ട്. മറന്നുപോണ്ട, ഇങ്ങോട്ട് എത്തി സാധനം. ഈ വാഗയാടിൻ്റെ മണ്ണിലും വിറച്ച് വേങ്ങലിച്ച് വിറച്ച് നശിച്ച് പണ്ടാരടങ്ങി ജീവച്ഛവമായി ജീവിക്കുന്ന നമ്മളെ മക്കളെ നമ്മൾ കാണാൻ അധികകാലമൊന്നും വേണ്ട. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് വരെ ഈ സാധനം ഉപയോഗിക്കുന്ന ഒരു കുട്ടീൻ്റെ അമ്മക്കും ഉമ്മക്കും അച്ഛനും അമ്മക്കും ഇത് തിരിഞ്ഞില്ല. ഇത് തിരിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധം വേണ്ടേ? രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിച്ചാൽ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ 48 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 48 മണിക്കൂർ മുയിച്ചു നിൽക്കുമ്പോൾ ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും താല്പര്യം ഉണ്ടാവില്ല. 48 മണിക്കൂർ ഇതിൻ്റെ ഹാങ് ഓവർ അങ്ങ് കഴിഞ്ഞാൽ ഒടുക്കത്തെ തീറ്റയായിരിക്കും. രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത, ഈ 48 മണിക്കൂർ കഴിയുന്ന സമയം ഈ സാധനം വീണ്ടും കിട്ടിയിട്ടില്ല എങ്കിൽ ഇതിന് 48ാമത്തെ മണിക്കൂറിൽ ഭ്രാന്താകും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അതേസമയം 48ാമത്തെ മണിക്കൂറിൽ ഈ സാധനം വീണ്ടും കിട്ടിയാൽ നിങ്ങൾക്ക് ഭ്രാന്തായത് മനസ്സിലാവില്ല. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ മക്കൾ ഇത് ഉപയോഗിക്കുന്ന മനസ്സിലാണെങ്കിൽ ഇത് കിട്ടാണ്ടിരിക്കണം. അതിന് ഈ സാധനം ഇത് തന്നെയാണ് ഈ മാഫിയ ചെയ്യുന്നത്. നിങ്ങളെ മക്കൾക്ക് വെറുതെ ജ്യൂസിലിട്ട് കൊടുക്കുക, മുട്ടായി കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ കുട്ടി പറക്കും, സന്തോഷം തോന്നും. ബാപ്പേനെ ഇഷ്ടമുള്ള കുട്ടി ബാപ്പേനെ സ്നേഹിച്ച് കൊല്ലും.